ഹലോ, ഓം വിഷസ്. അപ്പൊ നമുക്കിന്ന് നമ്മുടെ ഒക്കെ ബാങ്ക് തുടങ്ങാം. ഇനി അടുത്തതായി ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന വാക്ക് ഡിവാസ്റ്റേറ്റിംഗ് എന്നാണ്. ഡിവാസ്റ്റേറ്റിംഗ് എന്താ? DEVASTATING. ഡിവാസ്റ്റേറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ വ്യാപകമായ നാശനഷ്ടം വരുത്താൻ ശേഷിയുള്ള. ഡിവാസ്റ്റേറ്റിംഗ് വ്യാപകം എന്നാണ് അർത്ഥം. അപ്പൊ ഒന്ന് ഡിവാസ്റ്റേറ്റിംഗ്, extremely harmful, damaging or destructive, causing severe impact or destruction. ഒരു സെന്റൻസ് പറഞ്ഞു നോക്കാം. The devastating earthquake left thousands homeless. ഇനി ഈ devastating എന്ന വാക്കിന്റെ അർത്ഥസാമ്യമുള്ള വാക്കുകൾ സിനോണിംസ് പറഞ്ഞു നോക്കാം. ഒന്ന് catastrophic, രണ്ട് calamitous, മൂന്ന് disastrous, നാല് ruinous, അഞ്ച് ഡിസ്ട്രക്റ്റീവ്. ഇനി ഈ ഡിവാസ്റ്റേറ്റിംഗ് എന്നുള്ള വാക്കിന്റെ ഓപ്പോസിറ്റ് മീനിങ് ഉള്ള ആന്റോണിയംസ് പരിശോധിക്കാം. ഒന്ന് ബെനിഫിഷ്യൽ, രണ്ട് ഹെൽപ്ഫുൾ, മൂന്ന് കൺസ്ട്രക്റ്റീവ്, നാല് പോസിറ്റീവ്, അഞ്ച് മൈൽഡ്. ഈ വാക്ക് പഠിച്ചില്ലേ? ഡിവാസ്റ്റേറ്റിംഗ്. ഇനി അടുത്ത വാക്കിലേക്ക് നമുക്ക് പോയാലോ? അടുത്ത വാക്ക് detonated, DETONATED. detonated എന്താ? detonated എന്ന വാക്ക്, detonate എന്ന വാക്കിന്റെ past tense ആണ്. അപ്പൊ എന്താ detonate എന്ന് വെച്ചാൽ to cause an explosion or blast, വലിയ ഒരു പൊട്ടിത്തെറി സൃഷ്ടിക്കുക. to cause an explosion or blast എന്നാണ് അതിന്റെ അർത്ഥം. സെന്റൻസ് the bomb detonated in the abandoned building. ഇനി നമുക്ക് ഈ വാക്കിന്റെ അർത്ഥസാമ്യമുള്ള വാക്കുകൾ പരിശോധിക്കാം. ഒന്ന് എക്സ്പ്ലോഡഡ്, രണ്ട് ബ്ലൂ അപ്പ്, മൂന്ന് ഇഗ്നൈറ്റഡ്, നാല് ട്രിഗേർഡ്, അഞ്ച് ആക്ടിവേറ്റഡ്. ഇനി നമുക്ക് ഡിറ്റോണേറ്റഡ് എന്ന വാക്കിന്റെ വിപരീതാർത്ഥമുള്ള വാക്കുകൾ നോക്കാം. ആന്റോണിംസ് പരിശോധിച്ചാലോ? ഒന്ന് ഡിഫ്യൂസ്ഡ്, രണ്ട് ഡിസേബിൾഡ്, മൂന്ന് ഡിഫാംഡ്, നാല് സ്റ്റെബിലൈസ്ഡ്, അഞ്ച് ന്യൂട്രലൈസ്ഡ്. ഇനി നമുക്ക് അടുത്ത വാക്കിലേക്ക് മെല്ലെ കടന്നാലോ? അടുത്ത വാക്ക് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അടുത്ത വാക്ക് എസ്കലേറ്റിംഗ്. ESCALATING. എസ്കലേറ്റിംഗ് എന്ന് വെച്ചാൽ എന്താ? എസ്കലേറ്റഡ് അല്ലെ? അപ്പൊ എസ്കലേറ്റിംഗ് എന്ന് വെച്ചാൽ എസ്കലേറ്റഡ് മീൻസ് പാസ്റ്റ് ടെൻസ് ഓഫ് എസ്കലേറ്റ്. എസ്കലേറ്റിംഗ് അതിന്റെ കണ്ടിന്യൂസ് ആണ്. അപ്പൊ ടു ഇൻക്രീസ് or intensify in severity, size or complexity. Ini the conflict escalated into a full-scale war. Ini to become more serious or critical. The situation escalated, requiring emergency intervention. Ini to take a dispute or issue to a higher level. ഒരു മേൽത്തട്ടിലേക്ക് ഒരു പരാതി അല്ലെങ്കിൽ ഒരു കംപ്ലൈന്റ് മേൽത്തട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് എസ്കലേറ്റഡ് എന്ന് പറയും. എന്ന് വെച്ചാൽ ദ കസ്റ്റമർ കംപ്ലൈന്റ് എസ്കലേറ്റഡ് ടു ദ CEO. ഇനി ഈ എസ്കലേറ്റിംഗ് എന്നുള്ള വാക്കിന്റെ അർത്ഥസാമ്യമുള്ള വാക്കുകൾ പരിശോധിക്കാം. ഒന്ന് ഇന്റൻസിഫൈഡ്, രണ്ട് ഹൈറ്റൻഡ്, മൂന്ന് മാഗ്നിഫൈഡ്, നാല് ആംപ്ലിഫൈഡ്, അഞ്ച് വേഴ്സൻഡ്. ഇനി ഈ എസ്കലേറ്റിംഗ് എന്ന വാക്കിന്റെ ആന്റോണിയംസ് പരിശോധിക്കാം. വിപരീതാർത്ഥമുള്ള വാക്കുകൾ പരിശോധിക്കാം. ഒന്ന് ഡീഎസ്കലേറ്റഡ്, റെഡ്യൂസ്ഡ്, ഡിക്രീസ്ഡ്, ഈസ്ഡ്, റിസോൾവ്ഡ്. ഇനി അടുത്ത വാക്ക് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന അടുത്ത വാക്ക് അഗ്രഷൻ. AGRESSION. അഗ്രഷൻ. അഗ്രഷൻ എന്ന് വെച്ചാൽ എന്താ മീനിങ്? ബിഹേവിയർ, ആക്ഷൻ or attitude intended to cause harm, dominate or intimidate others. ഇല്ലേ? അതായത് എന്താണ് നമ്മളൊരു ആക്ഷൻ, എന്തിനാണ് ആ ആക്ഷൻ? ഒരാളെ ഉപദ്രവിക്കാൻ, അല്ലെങ്കിൽ ഒരാളെ സ്വാധീനിക്കാൻ, അല്ലെങ്കിൽ അയാളുടെ മേലിൽ മേൽക്കോയ്മ നേടാനൊക്കെ ചെയ്യുന്ന ആക്ഷൻസിനാണ് നമ്മൾ അഗ്രഷൻ എന്ന് പറയുന്നത്. He called for an end to foreign aggression in his country. He called for an end for foreign aggression in his country. ഇനി ഈ അഗ്രഷൻ എന്നുള്ള വാക്കിന്റെ സിനോണിംസ് അല്ലെങ്കിൽ അർത്ഥസാമ്യമുള്ള വാക്കുകൾ പരിശോധിക്കാം.
ഒന്ന് ഹോസ്റ്റിലിറ്റി, രണ്ട് ബെല്ലിജറൻസ്, മൂന്ന് അനിമോസിറ്റി, നാല് അഗ്രഷൻ, അഞ്ച് ബെല്ലിക്കോസിറ്റി. ഇനി ഈ അഗ്രഷൻ എന്നുള്ള വാക്കിന്റെ വിപരീതാർത്ഥത്തിലുള്ള വാക്കുകൾ പരിശോധിക്കാം, അല്ലെങ്കിൽ ആന്റണിയംസ് പരിശോധിക്കാം. ഒന്ന് പീസ്ഫുൾനെസ്, രണ്ട് നോൺ വയലൻസ്, മൂന്ന് കോഓപ്പറേഷൻ, നാല് എംപതി, അഞ്ച് ഡിപ്ലോമസി. അപ്പോ ഇന്നത്തെ നമ്മുടെ നമ്മുടെ വോക്കാബ് ബാങ്ക് അതിന്റെ ആ എക്സസൈസിന്റെ അവസാനത്തെ വാക്കിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇന്നത്തെ ദിവസം ഞാൻ ലാസ്റ്റ് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്ന വാക്ക് അനോണിമിറ്റി എന്നുള്ളതാണ്. ANONYMITY. എന്താണ് അനോണിമിറ്റി? ദ സ്റ്റേറ്റ് ഓഫ് ബീയിങ് unknown, unnamed or unidentified. ആരും അറിയാത്ത, തിരിച്ചറിയാത്ത തരത്തിലുള്ള അതാണ് അനോണിമിറ്റി. അനോണിമസ് എന്നുള്ള വാക്കിൽ നിന്നുള്ളതാണ് അനോണിമിറ്റി. അപ്പോ അടുത്തത് sometimes anonymity becomes a blessing in disguise. Sometimes anonymity becomes a blessing in disguise. ഇനി ഈ അനോണിമിറ്റി എന്ന വാക്കിന്റെ അർത്ഥസാമ്യമുള്ള വാക്കുകൾ പരിശോധിക്കാം, അല്ലെങ്കിൽ സിനോണിംസ് പരിശോധിക്കാം. എന്താണ്? ഒന്ന് നെയിംലെസ്നെസ്, രണ്ട് ഒബ്സ്ക്യൂരിറ്റി അല്ലെങ്കിൽ സീക്രട്ടീവ് എന്നാണ്. ഒബ്സ്ക്യൂരിറ്റി എന്നുള്ള വാക്കിന്റെ സീക്രട്ടീവ് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അടുത്തത് ആന്റണിം അല്ലെങ്കിൽ വിപരീതാർത്ഥത്തിലുള്ള വാക്കുകൾ നമുക്ക് പരിശോധിക്കാം. അത് ഒന്ന് ഫേമസ്, രണ്ട് പോപ്പുലർ. കഴിഞ്ഞ എക്സസൈസിൽ നിന്ന് ഇതിനു മുമ്പ് ഞാൻ എടുത്തിട്ടുള്ള വൊക്കാബ് ബാങ്ക് എക്സസൈസുകളിൽ നിന്ന് വ്യത്യസ്തമായി പുതിയൊരു സംഭവം കൂടി വരുന്നുണ്ട്. ഇന്നത്തോടുകൂടി അത് കൂടി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇനി മുതൽ എല്ലാ വൊക്കാബ് ബാങ്കിലും നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് കൂടി തരുന്നതാണ്. ഇന്നത്തെ അസൈൻമെന്റ് ടാമ്പേർഡ് എന്നുള്ള വാക്കിന്റെ അർത്ഥം കണ്ടെത്തുക, അതുകൊണ്ടൊരു യൂസേജ് അല്ലെങ്കിൽ ഒരു സെന്റൻസ് ഉണ്ടാക്കുക, ഒപ്പം അതിന്റെ സിനോണിംസ് 3 അതിന്റെ ആന്റണിയംസ് 3 ഇത്രയും കണ്ടുപിടിക്കുക. നിങ്ങൾ ഇതിന്റെ കമന്റ് അല്ലെങ്കിൽ ഈ യൂട്യൂബ് വീഡിയോയുടെ കമന്റ് ഇതിന്റെ ആൻസർ നിങ്ങൾ ടൈപ്പ് ചെയ്തിടുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ബെസ്റ്റ് വിഷസ് ടു യു ഓൾ.